ഇപ്പൊ ഉണ്ടല്ലേ നമ്മളറിയുന്ന കുറച്ച് പേരൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ എന്താ കുക്കിംഗ് വീഡിയോ ഒന്നും ഇടണില്ലേന്ന്. സത്യത്തിൽ കുക്കിംഗ് വീഡിയോ ഇടാൻ ചിലപ്പോൾ നമുക്കൊരു മടിയൊക്കെ തോന്നില്ലേ? ആ ഒരു മടി എനിക്കൊന്ന് ബാധിച്ചുട്ടാ. അപ്പൊ തോന്നി ഇതേപോലുള്ള ചെടികളും പൂക്കളും ഒക്കെ ഒന്ന് നോക്കി നിന്നാ അതിന്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ. അപ്പൊ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ചെടിയൊക്കെ നോക്കാൻ വന്നു. അപ്പൊ നമ്മുടെ ലക്കി കൂട്ടൻ എന്നേക്കാളും മുന്നായിട്ട് ചെടിയൊക്കെ നോക്കി നിക്കാട്ടാ. പിന്നെ ഉണ്ടല്ലേ ഈ ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻഡോർ പ്ലാന്റ് നമ്മൾ അധികം മേടിച്ചിട്ടുള്ളത് ബാംഗ്ലൂരത്തെ ഗവൺമെന്റ് നഴ്സറിന്നാണ്. പിന്നെ മേടിച്ചിട്ടുള്ളത് പ്രൈവറ്റ് ആയിട്ടുള്ള നഴ്സറിന്നാണ്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാട്ടാ. പിന്നെ നമ്മുടെ ഫ്ലാറ്റിന്റെ മുന്നിലായിട്ട് രണ്ട് പ്രാവ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെയൊക്കെ ഒന്ന് നോക്കി. ഇനി കുക്കിങ്ങിലേക്ക് കടക്കണം. അപ്പൊ നമുക്ക് ഇന്ന് കൂമ്പില്ലേ, അതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാനിതേ ചെറുതായൊക്കെ ഒന്ന് അതിനെ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മൾ പയർ ഇട്ടിട്ടാണ് കേട്ടോ വെക്കണത്. അപ്പൊ തലേ ദിവസം തന്നെ പയർ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുകൊന്ന് പൊട്ടിച്ചെടുത്ത് അതിലേക്ക് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായി അരിഞ്ഞിട്ട് ഉള്ളിയും വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പയറും കൂടി ചേർത്തിട്ട് അരിഞ്ഞു വെച്ച കുടപ്പനും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അങ്ങനത്തെ വെള്ളമൊക്കെ വറ്റി വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലേ നമ്മുടെ തോരൻ ഇവിടെ റെഡിയിട്ടാ. അപ്പോൾ ട്രൈ ചെയ്യണേ.